أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما نافعا رزقا طيبا متقبلا آمين يا رب العالمين. اللهم صل على محمد وعلى آل محمد. അൽഹംദുലില്ലാഹ് റബ്ബുൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് ഒരുമിച്ച് കൂടിയതാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. ഞങ്ങളെ മജ്‌ലിസിനെ അള്ളാഹുവെ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും പരിപൂർണമായി പൂർത്തിയാക്കി തരുന്ന ഇരുത്തം അള്ളാഹുവെ നീ തൃപ്തിപ്പെടുന്നതാക്കി തരികയും അള്ളാഹു മലക്കളുടെ ആമീൻ പറയുന്ന സദസ്സാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. അൽഹംദുലില്ലാഹ് റബ്ബുൽ ആലമീൻ. നമ്മൾ 277-ാമത്തെ ആയത്ത് മുതലാണ് ഇനി എടുക്കാനുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. 275-ാമത്തെ ആയത്ത് മുതൽ 279-ാമത്തെ ആയത്ത് വരെ പലിശയെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് നിരോധിച്ചതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുകയാണ്. അതിനുശേഷം 282-ാമത്തെ ആയത്തിൽ പറയുന്നത് കടം എഴുതി വെക്കുന്ന ആയത്തിനെ കുറിച്ചാണ്. കടങ്ങൾ നമുക്ക് എന്ത് തന്നെ കിട്ടാനുണ്ടെങ്കിൽ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കൽ വാങ്ങലുകൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ എഴുതി വെക്കണം എന്നുള്ള ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. അതെപ്പോഴും നമ്മളെ ജീവിതത്തിൽ അനുഗ്രഹം മാത്രമേ കൊണ്ടുവരികയുള്ളൂ. കാരണം ഓർമ്മകൾ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ബുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ശരീരത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ ഒരു ദിവസം നമ്മളിൽ നിന്ന് മറതിയോ അല്ലെങ്കിൽ പിഴവുകളോ വന്നു പോയാൽ അതിനെ തിരുത്താൻ എപ്പോഴും എഴുതി വച്ചിരിക്കുന്ന ശീലം അതിനെ സഹായിക്കും എന്നുള്ളതാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട ദുആയും അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചുമാണ് അതിൽ പറയുന്നത്. ഓക്കെ, അൽഹംദുലില്ലാഹ്. അതിനുശേഷം സൂറത്തുൽ ബഖറയിൽ നമ്മൾ അത് കഴിയുന്നതോട് കൂടിയിട്ട് പിന്നീടുള്ളത് നമുക്കുള്ള ഭാഗം. പിന്നെ വരുന്ന ഭാഗം സൂറത്തുൽ ആലി ഇമ്രാനിലാണ്. സൂറത്തുൽ ആലി ഇമ്രാനിലെ 1 മുതൽ 92-ാമത്തെ ആയത്ത് വരെ 1 മുതൽ 6 വരെയുള്ള ആയത്തിൽ ഖുർആനിൽ ദൈവികമായ ഗ്രന്ഥമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം എന്നാണ് പറയുന്നത്. അതിനുശേഷം മുഹ്കമാത്തും മുശാബിഹത്തുമായ ആയത്തുകൾ, അതായത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ആയത്തുകളും അതുപോലെ തന്നെ ഉപമയോട് കൂടിയിട്ട് പറയുന്ന ആയത്തുകളും ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നെ അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ബദർ യുദ്ധത്തിനെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഇറങ്ങിയതിനെ കുറിച്ചുമാണ് പഠിപ്പിക്കുന്നത്. അതിനുശേഷം സമ്പത്ത്, മക്കൾ എന്നിവ പരീക്ഷണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏകത്വത്തെ, അതായത് ഷിർക്കിൽ ഉൾപ്പെടാതെ ഏറ്റവും നേരായ മാർഗത്തിലൂടെ നമ്മൾ ദീനിനെ കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. അതിനുശേഷം പ്രവാചകന്മാരെ നിഷേധിച്ചവർ അവരെ പണ്ട് കാലങ്ങളിൽ പ്രവാചകന്മാരെ കൊല്ലാറുണ്ടായിരുന്നു എന്നാണ്, കൊന്നുകളയാറുണ്ടായിരുന്നു. അവർക്കുള്ള ശിക്ഷ എന്താണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിന് പുറമെ മറ്റൊരു ദീന് ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനല്ലാതെ മറ്റൊരു ദീനും സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം യഹൂദ ക്രൈസ്തവർ സമൂഹത്തോടുള്ള സംവാദമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു കൂട്ടം ആളുകൾ വരികയും ദീനിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്ത സന്ദർഭമാണത്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ വ്യക്തമാക്കി തരുന്നത് നമ്മളെ എല്ലാവരെയും ഒരേ വചനത്തിലേക്ക്, ഒരേ നന്മയിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വഴി എന്ന് പറയുന്നത് ശുദ്ധമായ വഴിയാണ്, ശുദ്ധമായ തൗഹീദാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് എന്ന് പറയുന്നു. പിന്നെ അതിനുശേഷം കഅബയും ബക്കയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആദ്യത്തെ ആരാധനാലയമാണെന്നും ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുള്ളതും അവിടെയുള്ളവർക്കാണ് എന്ന് പറയുന്നത്. ഓക്കെ, ചില അഹ്ലു കിതാബുകാര് സത്യസന്ധരാണ് എന്ന രീതിയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല, എന്നാലും അഹ്ലുകാരിൽ ഒരു കൂട്ടര് സത്യസന്ധരായ ആളുകളുണ്ട് എന്നുള്ളതാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കാനുമാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ കയർ എന്ന് പറയുന്നത് ഈ ഖുർആനാണ്. ഈ ഖുർആനിൽ മുറുകെ പിടിക്കണം എന്നുള്ളതാണ് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നത്.
92-ാമത്തെ ആയത്തിൽ വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പ്രിയമുള്ളതിൽ നിന്ന് ചെലവിടാതെ ഒന്നും നമുക്ക് പുണ്യം നേടാനാവില്ല. അതായത് നന്മ നമുക്ക് നേടാമെങ്കിൽ നമ്മൾ തൃപ്തിപ്പെട്ട് നമ്മൾ സന്തോഷിച്ച് നമ്മൾ ഒരാൾക്ക് കൊടുക്കണ്ടെന്ന് കരുതുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ ചെലവഴിക്കുന്നത് വരെ അത് പുണ്യം നേടാൻ കഴിയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു അലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ 277-ാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ പറയുന്നത്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അവർ അർഹിക്കുന്ന പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്. അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും പലിശ വകയിൽ ബാക്കി കിട്ടാനുള്ളത് വിട്ടുകളയുകയും ചെയ്യേണ്ടതാണ് നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പക്ഷത്തിൽ നിന്ന് നിങ്ങൾക്കെതിരെയുള്ള സമരപ്രഖ്യാപനത്തെ പറ്റി അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മൂലധനം നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾ അക്രമം ചെയ്യരുത്, നിങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്യരുത്. ഇനി കടം വാങ്ങിയവരിൽ വല്ല ഞെരുക്കക്കാരനും ഉണ്ടായിരുന്നാൽ അവന് ആശ്വാസം ഉണ്ടാകുന്നവരെ ഇട കൊടുക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾ ദാനമായി വിട്ടുകൊടുക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ സൂക്ഷിച്ചു കൊള്ളുക. എന്നിട്ട് മറ്റുള്ള ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്. അവരോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. സത്യവിശ്വാസികളെ, ഒരു നിശ്ചിത അവധി വെച്ചുകൊണ്ട് നിങ്ങൾ അന്യോന്യം വല്ല കടമിടപാടും നടത്തിയാൽ നിങ്ങൾ അത് എഴുതി വെക്കേണ്ടതാണ്. ഒരു എഴുത്തുകാരൻ നിങ്ങൾക്കിടയിൽ നീതിയോടെ അത് രേഖപ്പെടുത്തട്ടെ. ഒരു എഴുത്തുകാരനും അള്ളാഹു അവന് പഠിപ്പിച്ചു കൊടുത്ത പ്രകാരം എഴുതാൻ വിസമ്മതിക്കരുത്. അവൻ അത് എഴുതുകയും കടബാധ്യതയുള്ളവൻ എഴുതേണ്ട വാചകം പറഞ്ഞു കൊടുക്കുകയും ചെയ്യട്ടെ. തന്റെ രക്ഷിതാവായ അള്ളാഹുവെ അവൻ സൂക്ഷിക്കുകയും ബാധ്യതയിൽ അവൻ യാതൊന്നും കുറവ് വരുത്താതിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി കടബാധ്യതയുള്ള ആൾ വിവേകമില്ലാത്തവനോ കാര്യശേഷിയില്ലാത്തവനോ വചനം പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലാത്തവനോ ആണെങ്കിൽ അയാളുടെ രക്ഷാധികാരി അയാൾക്ക് വേണ്ടി നീതിപൂർവ്വം വചനം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നിങ്ങളിൽപ്പെട്ട 2 പുരുഷന്മാരെ നിങ്ങൾ സാക്ഷി നിർത്തുകയും ചെയ്യുക. ഇനി 20 പുരുഷന്മാരില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാക്ഷികളിൽ നിന്ന് ഒരു പുരുഷനും 2 സ്ത്രീകളും ആയാലും മതി. അവരിൽ ഒരുവൾക്ക് തെറ്റുപറ്റിയാൽ അവളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി തെളിവ് നൽകാൻ വിളിക്കപ്പെട്ടാൽ സാക്ഷികൾ വിസമ്മതിക്കരുത്. ഇടപാട് ചെറുതായാലും വലുതായാലും അതിന്റെ അവധി കാണിച്ച് അത് രേഖപ്പെടുത്തി വെക്കാൻ നിങ്ങൾ മടിക്കരുത്. അതാണ് അള്ളാഹുവിങ്കൽ ഏറ്റവും നീതിപൂർവമായതും സാക്ഷ്യത്തിന് കൂടുതൽ ബലം നൽകുന്നതും നിങ്ങൾക്ക് സംശയം ജനിക്കാതിരിക്കാൻ കൂടുതൽ അനുയോജ്യമായിട്ടുള്ളതും. എന്നാൽ നിങ്ങൾ അന്യോന്യം റൊക്കമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവട ഇടപാടുകൾ ഇതിൽ നിന്ന് ഒഴിവാകുന്നു. അത് എഴുതി വെക്കാതിരിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. എന്നാൽ നിങ്ങൾ ക്രയവിക്രയം ചെയ്യുമ്പോൾ സാക്ഷി നിർത്തേണ്ടതാണ്. ഒരു എഴുത്തുകാരനോ സാക്ഷിയോ ദ്രോഹിക്കപ്പെടാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ധിക്കാരമാകുന്നു. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാകുന്നു. അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു. ഇനി നിങ്ങൾ യാത്രയിലാവുകയും ഒരു എഴുത്തുകാരനെ കിട്ടാതിരിക്കുകയുമാണെങ്കിൽ പണയ വസ്തുക്കൾ കൈവശം കൊടുത്താൽ മതി. ഇനി നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ വല്ലതും വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ ആ വിശ്വാസം അർപ്പിക്കപ്പെട്ടവൻ തന്റെ വിശ്വസ്തത നിറവേറ്റുകയും തന്റെ രക്ഷിതാവിനെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ സാക്ഷ്യം മറച്ചു വെക്കരുത്. ആരത് മറച്ചു വെക്കുന്നുവോ അവന്റെ മനസ്സ് പാപപങ്കിലമാകുന്നു. അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയുന്നവനാകുന്നു. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. നിങ്ങളുടെ മനസ്സുകളിൽ ഉള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും മറച്ചു വെച്ചാലും അള്ളാഹു അതിന്റെ പേരിൽ നിങ്ങളോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. തന്റെ രക്ഷിതാവിൽ നിന്ന് തനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. അതിനെ തുടർന്ന് സത്യവിശ്വാസികളും അവരെല്ലാം അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിൽ വിശ്വസിച്ചിരിക്കുന്നു. അവന്റെ ദൂതന്മാരിൽ ആർക്കുമിടയിൽ ഒരു വിവേചനവും ഞങ്ങൾ കൽപ്പിക്കുകയില്ല എന്നതത്രേ അവരുടെ നിലപാട്. അവർ പറയുകയും ചെയ്തു, ഞങ്ങൾ ഇത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ നാഥ, ഞങ്ങളോട് പൊറുക്കേണമേ, നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ മടക്കം. അള്ളാഹു ഒരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ ചെയ്യാൻ നിർബന്ധിക്കുകയില്ല. ഓരോരുത്തർ പ്രവർത്തിച്ചതിന്റെ സൽഫലം അവരവർക്ക് തന്നെ, ഓരോരുത്തർ പ്രവർത്തിച്ചതിന്റെ ദുഷ്ഫലവും അവരവരുടെ മേൽ തന്നെ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ മറന്നുപോവുകയും ഞങ്ങൾക്ക് തെറ്റുപറ്റുകയും ചെയ്തുവെങ്കിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുത്. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ നീ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുത്. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് കഴിവില്ലാത്ത ഞങ്ങളെ നീ വഹിപ്പിക്കരുത്. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകുകയും ഞങ്ങളോട് പൊറുക്കുകയും നീ കരുണ കാണിക്കുകയും ചെയ്യണമേ. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതുകൊണ്ട് സത്യനിഷേധികളായ ജനതയ്ക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എത്ര മനോഹരമായിട്ടാണ് അൽ ബഖറ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിരിക്കുന്നത്. തുടങ്ങുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ചുള്ള എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചിട്ട് അവസാനത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ദുആ ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ദുആ എന്ന് പോലും പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിനെ അവസാനിപ്പിച്ചത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറ ആൽ ഇമ്രാൻ
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഖയ്യൂം. അള്ളാഹു അവനല്ലാതെ ഒരു ദൈവവുമില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. അവൻ ഈ വേദഗ്രന്ഥത്തെ മുൻ വേദങ്ങളെ ശരിവെക്കുന്നതായിക്കൊണ്ട് സത്യവുമായി നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ തൗറാത്തും ഇഞ്ചീലും അവതരിപ്പിച്ചു. ഇതിനു മുമ്പ് മനുഷ്യർക്ക് മാർഗദർശനമായിട്ടാണ് സത്യ വിവേചനത്തിനുള്ള പ്രമാണം അവൻ അവതരിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചവരാരോ അവർക്ക് കഠിനമായ ശിക്ഷയാണുള്ളത്. അള്ളാഹു പ്രതാപിയും ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവരുമാകുന്നു. ഭൂമിയിലോ ആകാശത്തോ ഉള്ള യാതൊരു കാര്യവും അള്ളാഹുവിന് അവ്യക്തമായി പോവുകയില്ല. തീർച്ച ഗർഭാശയങ്ങളിൽ താൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നിങ്ങളെ രൂപപ്പെടുത്തിയത് അവനത്രേ. അവനല്ലാതെ ഒരു ദൈവവുമില്ല. അവൻ പ്രതാപിയും യുക്തിമാനുമത്രേ. നബിയെ, നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിരിക്കുന്നത് അവനത്രേ. അതിൽ സുവ്യക്തവും ഖണ്ഡിതവുമായ വചനങ്ങളുണ്ട്. അവയത്രേ വേദഗ്രന്ഥത്തിന്റെ മൗലിക ഭാഗം. ആശയത്തിൽ സാദൃശ്യമുള്ള ചില വചനങ്ങളുമുണ്ട്. എന്നാൽ മനസ്സുകളിൽ വക്രതയുള്ളവർ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ടും ആശയത്തിൽ സാദൃശ്യമുള്ള വചനങ്ങളെ പിന്തുടരുന്നു. അതിന്റെ സാക്ഷാൽ വ്യാഖ്യാനം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അറിവിൽ അടിയുറച്ചവരാകട്ടെ അവർ പറയും, ഞങ്ങൾ ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു, എല്ലാം ഞങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാകുന്നു. ബുദ്ധിശാലികൾ മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുകയുള്ളൂ. അവർ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ. നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാകുന്നു. ഞങ്ങളുടെ നാഥ, തീർച്ചയായും നീ ജനങ്ങളെ എല്ലാം ഒരു ദിവസം ഒരുമിച്ച് കൂട്ടുന്നതാകുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. സത്യനിഷേധം കൈക്കൊണ്ടവർക്ക് അവരുടെ സ്വത്തുക്കളോ സന്താനങ്ങളോ അള്ളാഹുവിൽ യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. തീർച്ച അവരാകുന്നു നരകത്തിലെ ഇന്ധനമായി തീർന്നവർ. ഫിർഔന്റെ ആൾക്കാരുടെയും അവരുടെ മുൻഗാമികളുടെയും അവസ്ഥ പോലെ തന്നെ അവരൊക്കെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞു. അപ്പോൾ അവരുടെ പാപങ്ങൾ കാരണമായി അള്ളാഹു അവരെ പിടികൂടി. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. നബിയെ, നീ സത്യനിഷേധികളോട് പറയുക, നിങ്ങൾ കീഴടക്കപ്പെടുന്നതും നരകത്തിലേക്ക് കൂട്ടത്തോടെ നയിക്കപ്പെടുന്നതുമാണ്. അതെത്ര ചീത്തയായ വിശ്രമസ്ഥലം. ബദറിൽ ഏറ്റുമുട്ടിയ ആ രണ്ട് വിഭാഗങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമുണ്ട്. ഒരു വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, മറുവിഭാഗമാട്ടെ സത്യനിഷേധികളും. അവിശ്വാസികൾക്ക് തങ്ങളുടെ ദൃഷ്ടിയിൽ അവർ വിശ്വാസികൾ തങ്ങളുടെ ഇരട്ടിയുണ്ടെന്നാണ് തോന്നിയിരുന്നത്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് തന്റെ സഹായം കൊണ്ട് പിൻബലം നൽകുന്നു. തീർച്ചയായും കണ്ണുള്ളവർക്ക് അതിലൊരു ഗുണപാഠമുണ്ട്. ഭാര്യമാർ, പുത്രന്മാർ കുമ്പാരമായി കൂട്ടിയിട്ട് സ്വർണം, വെള്ളി, മേത്തരം, കുതിരകൾ, നാൽക്കാലി വർഗങ്ങൾ, കൃഷിയിടങ്ങൾ എന്നിങ്ങനെ ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള പ്രേമം മനുഷ്യർക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെ ഇഹലോക ജീവിതത്തിന്റെ വിഭവങ്ങളാകുന്നു. അള്ളാഹുന്റെ അടുക്കലാകുന്നു മനുഷ്യർക്ക് ചെന്ന് തേരാനുള്ള ഉത്തമ സങ്കേതം. നബിയെ പറയുക, അതിനേക്കാൾ ആ ഇഹലോക സുഖത്തേക്കാൾ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരട്ടെയോ? സൂക്ഷ്മത പാലിക്കുന്നവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കൽ അടുക്കൽ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളുണ്ട്. അവർ അവിടെ നിത്യവാസികളായിരിക്കും. പരിശുദ്ധരായ ഇണകളും അവർക്കുണ്ടായിരിക്കും. കൂടാതെ അള്ളാഹുവിന്റെ പ്രീതിയും. അള്ളാഹു താന്റെ ദാസന്മാരുടെ കാര്യങ്ങൾ കണ്ടറിയുന്നവനാകുന്നു. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഇത് വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരും ക്ഷമ കൈക്കൊള്ളുന്നവരും സത്യം പാലിക്കുന്നവരും ഭക്തിയുള്ളവരും ചെലവഴിക്കുന്നവരും യാത്രയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനം തേടുന്നവരുമാകുന്നു അവർ അള്ളാഹുവിന്റെ ദാസന്മാർ. താനല്ലാതെ ഒരു ദൈവവുമില്ലെന്ന് അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. മലക്കുകളും അറിവുള്ളവരും അതിന് സാക്ഷികളാകുന്നു. അവൻ നീതി നിർവഹിക്കുന്നവനത്രേ. അവനല്ലാതെ ദൈവമില്ല. പ്രതാപിയും യുക്തിമാനും അത്രേ അവൻ. തീർച്ചയായും അള്ളാഹുവിങ്കൽ മതം എന്നാൽ ഇസ്ലാം ആകുന്നു. വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്ക് മതപരമായ അറിവ് കിട്ടിയതിനു ശേഷം തന്നെയാണ് ഭിന്നിച്ചത്. അവർ തമ്മിലുള്ള കക്ഷിമാത്സരം നിമിത്തമത്രേ അത്. വല്ലവരും അള്ളാഹുവിന്റെ തെളിവുകൾ നിഷേധിക്കുന്നുവെങ്കിൽ അള്ളാഹു അതിവേഗം കണക്ക് ചോദിക്കുന്നവനാകുന്നു. ഇനി അവർ നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ നീ പറഞ്ഞേക്കുക, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അള്ളാഹുവിന് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്നെ പിൻപറ്റിയവരും അങ്ങനെ തന്നെ. വേദഗ്രന്ഥം നൽകപ്പെട്ടവരോടും അക്ഷരജ്ഞാനമില്ലാത്തവരോടും ബഹുദൈവ ആരാധകരായ അറബികളോട് നീ ചോദിക്കുക, നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടുവോ? അങ്ങനെ അവർ കീഴ്പ്പെട്ടു കഴിഞ്ഞാൽ അവർ നേർവഴിയിലായി കഴിഞ്ഞു. അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിലോ അവർക്ക് ദിവ്യ സന്ദേശം എത്തിക്കേണ്ട ബാധ്യത മാത്രമേ നിനക്കുള്ളൂ. അള്ളാഹു തന്റെ ദാസന്മാരുടെ കാര്യങ്ങൾ കണ്ടറിയുന്നവനാകുന്നു. അള്ളാഹുവിന്റെ തെളിവുകൾ നിഷേധിച്ച് തള്ളുകയും ഒരു ന്യായവുമില്ലാതെ പ്രവാചകന്മാരെ കൊലപ്പെടുത്തുകയും നീതി പാലിക്കാൻ കൽപ്പിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നവരാരോ അവർക്ക് വേദനയേറിയ ശിക്ഷയെപ്പറ്റി നീ സന്തോഷ വാർത്ത അറിയിക്കുക. തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈഹത്തിലും പരത്തിലും നിഷ്ഫലമായി പോയ വിഭാഗമത്രേ അവർ. അവർക്ക് സഹായികളായി ആരും ഉണ്ടായിരിക്കുന്നതല്ല.
വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു പങ്ക് നൽകപ്പെട്ട ഒരു വിഭാഗത്തെ പറ്റി നീ അറിഞ്ഞില്ലേ? അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുവാനായി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് അവർ വിളിക്കപ്പെടുന്നു. എന്നിട്ട് അത് അവരിൽ ഒരു കക്ഷി അവഗണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു കളയുന്നു. എണ്ണപ്പെട്ട ഏതാനും ദിവസം മാത്രമേ തങ്ങളെ നരകാഗ്നി സ്പർശിക്കുകയുള്ളൂ എന്ന് അവർ പറഞ്ഞത് കൊണ്ടിരുന്നതിന് കാരണത്താലാണ് അവരങ്ങനെ ആയത്. അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വാദങ്ങൾ അവരുടെ മതത്തിൽ അവരെ വഞ്ചിതരാക്കി കളഞ്ഞു. എന്നാൽ യാതൊരു സംശയത്തിനും ഇടയില്ലാത്തൊരു ദിവസത്തിനായി നാം അവരെ ഒരുമിച്ച് കൂട്ടിയാൽ അവരുടെ സ്ഥിതി എങ്ങനെയായിരിക്കും? അന്ന് ഓരോ വ്യക്തിക്കും താൻ സമ്പാദിച്ചതിന്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്. ഒരു അനീതിയും അവരോട് കാണിക്കപ്പെടുകയില്ല. പറയുക, ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവെ, ഖുലില്ലാഹുമൽ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക്ക് മൻ തശാഉ തൻസിൽ മുൽക്ക് മൻ തശാഉ തിസ്സു മൻ തശാഉ തുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. പറയുക, ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവെ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം എടുത്തു നീക്കുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദിത വരുത്തുകയും ചെയ്യുന്നു. നിന്റെ കൈവശം അത്രേ നന്മയുള്ളത്, തീർച്ചയായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. രാവിനെ നീ പകലുകളിൽ പ്രവേശിപ്പിക്കുന്നു, പകലിന് രാവിലും നീ പ്രവേശിപ്പിക്കുന്നു. ജീവനില്ലാത്തതിൽ നിന്ന് നീ ജീവിയെ പുറത്തു കൊണ്ടുവരുന്നു, ജീവനിൽ നിന്ന് ജീവനില്ലാത്തതിനെ നീ പുറത്തു വരുത്തുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നീ നൽകുകയും ചെയ്യുന്നു. സത്യവിശ്വാസികളെ അല്ലാതെ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കരുത്. അങ്ങനെ വല്ലവരും ചെയ്യുന്ന പക്ഷം അള്ളാഹുമായി അവന് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ അവരോട് കരുതലോടെ വർത്തിക്കുകയാണെങ്കിൽ അല്ലാതെ. അള്ളാഹു അവനെ പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. അള്ളാഹുങ്കിലേക്കത്രേ നിങ്ങൾ തിരിച്ചു ചെല്ലേണ്ടത്. നബിയെ പറയുക, ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് നിങ്ങൾ മറച്ചു വെച്ചാലും വെളിപ്പെടുത്തിയാലും അള്ളാഹു അറിയുന്നതാണ്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവൻ അറിയുന്നു. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. നന്മയായും തിന്മയായും താൻ പ്രവർത്തിച്ച ഓരോ കാര്യവും തന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നതായി ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന ദിവസത്തെക്കുറിച്ച് ഓർക്കുക. തന്റെയും അതിന്റെ ദുഷ്ടപ്രവൃത്തിയുടെയും ഇടയിൽ വലിയ ദൂരമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോ വ്യക്തിയും വന്ന് കൊതിച്ചു പോകും. അള്ളാഹു തന്നെ പറ്റി നിങ്ങൾക്ക് ആ താക്കീത് നൽകുന്നു. അള്ളാഹു തന്റെ ദാസന്മാരോട് വളരെ ദയുള്ളവനാകുന്നു. നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക. എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അത്രേ. പറയുക, നിങ്ങൾ അള്ളാഹുയെയും റസൂലിനെയും അനുസരിക്കുവിൻ. ഇനി അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അള്ളാഹു സത്യനിഷേധികളെ സ്നേഹിക്കുന്നതല്ല തീർച്ചയായും ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിലെ ഉത്കൃഷ്ടരായി അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. ചിലർ ചിലരുടെ സന്തതികളായിക്കൊണ്ട് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. എന്റെ രക്ഷിതാവേ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഒഴിഞ്ഞു വെക്കാൻ ഞാൻ തീർച്ച നേർന്നിരിക്കുന്നു. ആകയാൽ എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ. എന്നിട്ട് പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്റെ രക്ഷിതാവേ, ഞാൻ പ്രസവിച്ചത് പെൺകുഞ്ഞിനെയാണല്ലോ. എന്നാൽ അള്ളാഹു അവൾ പ്രസവിച്ചതിനെ പറ്റി കൂടുതൽ അറിവുള്ളവനത്രേ. ആണ് പെണ്ണിനെ പോലെയല്ല, ആ കുട്ടിക്ക് ഞാൻ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അവളെയും അവളുടെ സന്തതികളെയും രക്ഷിക്കുവാനായി ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവളുടെ മറിയമിന്റെ രക്ഷിതാവ് അവളെ നല്ല നിലയിൽ സ്വീകരിക്കുകയും ആ നിലയിൽ വളർത്തിക്കൊണ്ടുവരികയും അവളുടെ സംരക്ഷണ ചുമതല അവൻ സക്രിയയെ ഏൽപ്പിക്കുകയും ചെയ്തു. മിഹ്റാബിൽ പ്രാർത്ഥനാ വേദിയിൽ അവളുടെ അടുക്കൽ സക്രിയ കടന്നു ചെല്ലുമ്പോഴെല്ലാം അവളുടെ അടുത്ത് ഏതെങ്കിലും ആഹാരം കണ്ടെത്തുമായിരുന്നു. അദ്ദേഹം ചോദിച്ചു, മറിയമേ, നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? അവൾ മറുപടി പറഞ്ഞു, അത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാകുന്നു. തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നൽകുന്നു. അവിടെ വെച്ച് സക്രിയ തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചു, എന്റെ രക്ഷിതാവേ, എനിക്ക് നീ നിന്റെ പക്കൽ നിന്ന് ഒരു ഉത്തമ സന്താനത്തെ നൽകണമേ. തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മിഹ്റാബിൽ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യഹിയ എന്ന കുട്ടിയെ പറ്റി അള്ളാഹു നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അള്ളാഹുങ്കിൽ നിന്നുള്ള ഒരു വചനത്തെ ശരിവെക്കുന്നവനും നേതാവും ആത്മനിയന്ത്രണമുള്ളവനും സദ്വൃത്തരിൽപ്പെട്ട ഒരു പ്രവാചകനും ആയിരിക്കും അവൻ. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എനിക്ക് എങ്ങനെയാണ് ഒരു ആൺകുട്ടി ഉണ്ടാവുക? എനിക്ക് വാർദ്ധക്യം എത്തിക്കഴിഞ്ഞു. എന്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ് താനും. അള്ളാഹു പറഞ്ഞു, അങ്ങനെ തന്നെയാകുന്നു അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എനിക്കൊരു അടയാളം ഏർപ്പെടുത്തി തരണമേ. അള്ളാഹു പറഞ്ഞു, നിനക്കുള്ള അടയാളം ആംഗ്യ രൂപത്തിലല്ലാതെ 3 ദിവസം നീ മനുഷ്യരോട് സംസാരിക്കാതിരിക്കലാകുന്നു. നിന്റെ രക്ഷിതാവിനെ നീ ധാരാളം ഓർമ്മിക്കുകയും വൈകുന്നേരവും രാവിലെയും അവന്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക. മലക്കുകൾ പറഞ്ഞ സന്ദർഭവും ശ്രദ്ധിക്കുക. മറിയമേ, തീർച്ചയായും അള്ളാഹു നിന്നെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും നിനക്ക് പരിശുദ്ധി നൽകുകയും ലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ഉത്കൃഷ്ടയായി നിന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. മറിയമേ, നിന്റെ രക്ഷിതാവ് നീ ഭയഭക്തി കാണിക്കുകയും സാഷ്ടാംഗം ചെയ്യുകയും
തല കുനിക്കുന്നവരോട് തല കുനിക്കുകയും ചെയ്യുക. മറിയമേ, നിന്റെ രക്ഷിതാവിനോട് നീ ഭയഭക്തി കാണിക്കുകയും സാഷ്ടാംഗം ചെയ്യുകയും തലകുനിക്കുന്നവരോടൊപ്പം തലകുനിക്കുകയും ചെയ്യുക. നബിയെ, നാം നിനക്ക് ബോധനം നൽകുന്ന അദൃശ്യ വാർത്തകളിൽ പെട്ടതാകുന്നു അവയൊക്കെ. അവരിൽ ആരാണ് മറിയമിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുവാനായി അവർ തങ്ങളുടെ അമ്പുകൾ ഇട്ടുകൊണ്ട് നറുക്കെടുപ്പ് നടത്തിയിരുന്ന സമയത്ത് നീ അവരുടെ അടുത്തുണ്ടായിരുന്നില്ലല്ലോ. അവർ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും നീ അവരുടെ അടുത്തുണ്ടായിരുന്നില്ല. മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. മറിയമേ, തീർച്ചയായും അള്ളാഹു നിനക്ക് അവന്റെ പക്കൽ നിന്നുള്ള ഒരു സവചനത്തെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു. അവന്റെ പേർ മറിയമിന്റെ മകൻ മസീസ എന്നാകുന്നു. അവൻ ഇഹത്തിലും പരത്തിലും മഹത്വമുള്ളവനും സാമീപ്യം സിദ്ധിച്ചവരിൽപ്പെട്ടവനുമായിരിക്കും. തൊട്ടിലായിരിക്കുമ്പോഴും മധ്യവയസ്കനായിരിക്കുമ്പോഴും അവൻ ജനങ്ങളോട് സംസാരിക്കുന്നതാണ്. അവൻ സദ്വൃത്തരിൽപ്പെട്ടവരായിരിക്കും. അവൾ മറിയം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എനിക്ക് എങ്ങനെയാണ് കുട്ടിയുണ്ടാവുക? എന്നെ ഒരു മനുഷ്യൻ സ്പർശിച്ചിട്ടില്ലല്ലോ. അള്ളാഹു പറഞ്ഞു, അങ്ങനെ തന്നെയാകുന്നു. ഞാൻ താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നു. അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോടുണ്ടാകൂ എന്ന് പറയുക മാത്രം ചെയ്യുന്നു, അപ്പോൾ അതുണ്ടാകുന്നു. അവൻ ഈസക്ക് അള്ളാഹു ഗ്രന്ഥവും ജ്ഞാനവും സൗറാത്തും ഇഞ്ചിയിലും പഠിപ്പിക്കുകയും ചെയ്യും. ഇസ്രായേൽ സന്തതികളിലേക്ക് അവനെ ദൂതനെ നിയോഗിക്കുകയും ചെയ്യും. അവൻ അവരോട് പറയും, നിങ്ങൾ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷിയുടെ ആകൃതിയിൽ ഒരു കളിമൺ രൂപം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുകയും എന്നിട്ട് ഞാൻ അതിൽ ഓതുമ്പോൾ അള്ളാഹുന്റെ അനുവാദപ്രകാരം അതൊരു പക്ഷിയായി തീരുകയും ചെയ്യും. അള്ളാഹുന്റെ അനുവാദപ്രകാരം ജന്മനാ കാഴ്ചയില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ തിന്നുന്നതിനെ പറ്റിയും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കുകയും ചെയ്യും. തീർച്ചയായും അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. എന്റെ മുമ്പിലുള്ള തൗറാത്തിനെയും സത്യപ്പെടുത്തുവാനായിക്കൊണ്ടും നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ചിലത് നിങ്ങൾക്ക് അനുവദിച്ചു തരുവാൻ വേണ്ടിയുമാകുന്നു ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തവും നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ. തീർച്ചയായും അള്ളാഹു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്നു. അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക. ഇതാകുന്നു നേരായ മാർഗം. എന്നിട്ട് ഈസക്ക് അവരുടെ നിഷേധ സ്വഭാവം ബോധ്യമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൽ എന്നെ സഹായിക്കുവാൻ ആരുണ്ട്? ഹവാരികൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകുന്നു. ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് എന്നതിന് താങ്കൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യണം. തുടർന്ന് അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, നീ അവതരിപ്പിച്ചു തന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുകയും നിന്റെ ദൂതന്മാരെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ സാക്ഷ്യം വഹിക്കുന്നവരോടൊപ്പം നീ ഞങ്ങളെ രേഖപ്പെടുത്തണമേ. അവർ സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹു നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു. അള്ളാഹു പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. ഹേ ഈസ, തീർച്ചയായും നിന്നെ നാം പൂർണ്ണമായി ഏറ്റെടുക്കുകയും എന്റെ അടുക്കലേക്ക് നിന്നെ ഉയർത്തുകയും സത്യനിഷേധികളിൽ നിന്ന് നിന്നെ നാം ശുദ്ധമാക്കുകയും നിന്നെ പിന്തുടരുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെയും സത്യനിഷേധികളെക്കാൾ ഉന്നതമരാക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ എന്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം. നിങ്ങൾ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഞാൻ നിങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. എന്നാൽ സത്യം നിഷേധിച്ചവർക്ക് ഇഹത്തിലും പരത്തിലും ഞാൻ കഠിനമായ ശിക്ഷ നൽകുന്നതാണ്. അവർക്ക് സഹായികളായ ആരും ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവരുടെ അർഹമായ പ്രതിഫലം അള്ളാഹു പൂർണ്ണമായി നൽകുന്നതാണ്. അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. നിനക്ക് നാം ഓതി കേൾപ്പിക്കുന്ന ആ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലും യുക്തിമത്തായ ഉത്പാദനത്തിലും പെട്ടതാകുന്നു. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഈസയെ ഉപമിക്കാവുന്നത് ആദമിനോടാകുന്നു. അവനെ അവന്റെ രൂപം മണ്ണിൽ നിന്നും അവൻ സൃഷ്ടിച്ചു. പിന്നീട് അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ആദം അതാ ഉണ്ടാകുന്നു. സത്യം നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാകുന്നു. ആകയാൽ നീ സംശയാലുക്കളിൽ പെട്ടുപോകരുത്. ഇനി നിനക്ക് അറിവ് വന്നു കിട്ടിയതിനു ശേഷം അവന്റെ ഈസയുടെ കാര്യത്തിൽ നിന്നോട് ആരെങ്കിലും തർക്കിക്കുകയാണെങ്കിൽ നീ പറയുക, നിങ്ങൾ വരൂ, ഞങ്ങളുടെ മക്കളെയും നിങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സ്ത്രീകളെയും നിങ്ങളുടെ സ്ത്രീകളെയും നമുക്ക് ഒരുമിച്ച് കൂട്ടാം. ഞങ്ങളും നിങ്ങളും കൂടുകയും ചെയ്യാം. എന്നിട്ട് കള്ളം പറയുന്ന കക്ഷിയുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കാൻ നമുക്ക് ഉള്ളണിഞ്ഞ് പ്രാർത്ഥിക്കാം. തീർച്ചയായും ഇത് യഥാർത്ഥമായ സംഭവ വിവരണമാകുന്നു. അള്ളാഹു അല്ലാതെ യാതൊരു ദൈവവുമില്ല തന്നെ. തീർച്ചയായും അള്ളാഹു തന്നെയാകുന്നു പ്രതാപവാനും യുക്തിമാനും. എന്നിട്ട് അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു കുഴപ്പക്കാരെ പറ്റി അറിവുള്ളവനാകുന്നു. നബിയെ പറയുക, വേദക്കാരെ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമമായുള്ള ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവിൻ. അതായത് അള്ളാഹുവിനെ അല്ലാതെ നാം ആരാധിക്കാതിരിക്കുകയും അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും നമ്മളിൽ
ചിലരെ അള്ളാഹുവിന് പുറമെ രക്ഷിതാക്കളാക്കാതിരിക്കുകയും ചെയ്യുക എന്ന തത്വത്തിലേക്ക്. എന്നിട്ട് അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം നിങ്ങൾ പറയുക, ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് എന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊള്ളുക. വേദക്കാരെ, ഇബ്രാഹിമിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? തൗറാത്തും ഇഞ്ചീലും അവതരിപ്പിക്കപ്പെട്ടത് അദ്ദേഹത്തിന് ശേഷം മാത്രമായിരുന്നല്ലോ. നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? ഹേ കൂട്ടരെ, നിങ്ങൾക്ക് അറിവുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾ തർക്കിച്ചു. ഇനി നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ എന്തിന് തർക്കിക്കുന്നു? അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ഇബ്രാഹിം യഹൂദനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല. എന്നാൽ അദ്ദേഹം ശുദ്ധമനസ്ഥിതിക്കാരനും അള്ളാഹുവിന് കീഴ്പ്പെട്ടവനുമായിരുന്നു. അദ്ദേഹം ബഹുദൈവ ആരാധകരിൽപ്പെട്ടവരായിരുന്നില്ല. തീർച്ചയായും ജനങ്ങളിൽ ഇബ്രാഹിമിനോട് കൂടുതൽ അടുപ്പമുള്ളവർ അദ്ദേഹത്തെ പിന്തുടരുന്നവരും ഈ പ്രവാചകനും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുമാകുന്നു. അള്ളാഹു സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയാകുന്നു. വേദക്കാരിൽ ഒരു വിഭാഗം തങ്ങളെ വഴി തെറ്റിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ അവർ വഴി തെറ്റിക്കുന്നത് അവരെ തന്നെയാണ്. അവരത് മനസ്സിലാക്കുന്നില്ല. വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ തെളിവുകളിൽ അവിശ്വസിക്കുന്നത്? നിങ്ങൾ തന്നെ അവയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണല്ലോ. വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തുകയും അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചുവെക്കുകയും ചെയ്യുന്നത്? വേദക്കാരിൽ ഒരു വിഭാഗം സ്വന്തം അനുയായികളോട് പറഞ്ഞു, ഈ വിശ്വാസികൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ പകലിന്റെ ആരംഭത്തിൽ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക, പകലിന്റെ അവസാനത്തിൽ നിങ്ങൾ അത് അവിശ്വസിക്കുകയും ചെയ്യുക. അത് കണ്ട് ആ വിശ്വാസികൾ പിന്മാറിയേക്കാം. നിങ്ങളുടെ മതത്തെ പറ്റിയവരല്ലാതെ നിങ്ങൾ വിശ്വസിച്ചു പോകരുത്. നബിയെ പറയുക, ശരിയായ മാർഗദർശനം അള്ളാഹുവിന്റെ മാർഗദർശനം അത്രേ. വേദക്കാരായ നിങ്ങൾക്ക് നൽകപ്പെട്ടത് പോലുള്ളത് വേദഗ്രന്ഥം മറ്റാർക്കെങ്കിലും നൽകപ്പെടുമോ എന്നോ നിങ്ങൾ രക്ഷിതാവിന്റെ അടുക്കൽ അവരാരെങ്കിലും നിങ്ങളോട് ന്യായവാദം നടത്തുമെന്നോ നിങ്ങൾ വിശ്വസിക്കരുത് എന്നും ആ വേദക്കാർ പറഞ്ഞു. നബിയെ പറയുക, തീർച്ചയായും അനുഗ്രഹം അള്ളാഹുവിന്റെ കയ്യിലാകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുന്നു. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനും അത്രേ. അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ പ്രത്യേകം കാരുണ്യം കാണിക്കുന്നു. അള്ളാഹു മഹത്തായ അനുഗ്രഹം ചെയ്യുന്നവനാകുന്നു. ഒരു സ്വർണ്ണക്കൂമ്പാരം തന്നെ വിശ്വസിച്ചേൽപ്പിച്ചാലും എങ്ങനെ ഓഫാക്കേണ്ടതെന്ന് പോണില്ല. ഒരു സ്വർണ്ണ കൂമ്പാരം തന്നെ വിശ്വസിച്ചേൽപ്പിച്ചാലും അത് നിനക്ക് തിരിച്ചു നൽകുന്ന ചിലർ വേദക്കാരിലുണ്ട്. അവരതിൽ തന്നെ മറ്റൊരു തരക്കാരുമുണ്ട്. അവരെ ഒരു ദിനാർ നീ വിശ്വസിച്ചേൽപ്പിച്ചാൽ പോലും നിരന്തരം ചോദിച്ചുകൊണ്ട് നിന്നെങ്കിലല്ലാതെ അവരത് നിനക്ക് തിരിച്ചു തരികയില്ല. അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളുടെ കാര്യത്തിൽ അവർ വഞ്ചിക്കുന്നതിൽ ഞങ്ങൾക്ക് കുറ്റമുണ്ടാകാൻ വഴിയില്ലെന്ന് അവർ പറഞ്ഞതിലാണ് അത്രേ അത്. അവർ അള്ളാഹുവിന്റെ പേരിൽ അറിഞ്ഞുകൊണ്ട് കള്ളം പറയുകയാകുന്നു. അല്ല, വല്ലവനും തന്റെ കരാർ നിറവേറ്റുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു ധർമ്മനിഷ്ഠ പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവോടുള്ള കരാറും സ്വന്തം ശബ്ദങ്ങളും തുച്ഛവിലക്ക് വിലക്കുന്നവരാരോ അവർക്ക് പരലോകത്തിൽ യാതൊരു ഓഹരിയുമില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയോ അവരുടെ നേർക്ക് കാരുണ്യപൂർവ്വം നോക്കുകയോ ചെയ്യുന്നതല്ല. അവർക്ക് വിശുദ്ധി നൽകുന്നതുമല്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കുന്നതാണ്. വേദഗ്രന്ഥങ്ങളിലെ വാചക ശൈലികൾ വളച്ചൊടിക്കുന്ന ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. അത് വേദഗ്രന്ഥത്തിൽ പെട്ടതാണെന്ന് നിങ്ങൾ ധരിക്കാൻ വേണ്ടിയാണത്. അത് വേദഗ്രന്ഥത്തിലുള്ളതല്ല. അവർ പറയും അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണെന്ന്. എന്നാൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല. അവർ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുകയാണ്. അള്ളാഹു ഒരു മനുഷ്യനും വേദവും മതവിജ്ഞാനവും പ്രവാചകത്വവും നൽകുകയും മതവിജ്ഞാനവും പ്രവാചകത്വവും നൽകുകയും എന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് നിങ്ങൾ അള്ളാഹു വിട്ട് എന്റെ ദാസന്മാരായിരിക്കുവേൻ എന്ന് പറയുകയും ചെയ്യുക എന്നത് ഉണ്ടാകാവുന്നതല്ല. എന്നിട്ട് നിങ്ങൾ വേദഗ്രന്ഥം പഠിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെയും അള്ളാഹുവിന്റെ നിഷ്കളങ്ക ദാസന്മാരായിരിക്കണം എന്നായിരിക്കും അദ്ദേഹം പറയുന്നത്. മലക്കുകളെയും പ്രവാചകന്മാരെയും നിങ്ങൾ രക്ഷിതാക്കളായി സ്വീകരിക്കണമെന്ന് അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുകയുമില്ല. നിങ്ങൾ മുസ്ലിങ്ങളായി കഴിഞ്ഞതിന് ശേഷം ആ വിശ്വാസം സ്വീകരിക്കാൻ അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അള്ളാഹു പ്രവാചകന്മാരോട് കരാർ വാങ്ങിയ സന്ദർഭം ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും നൽകുകയും അനന്തരം നിങ്ങളുടെ പക്കലുള്ളതിനെ ശരിവെച്ചുകൊണ്ടൊരു ദൂതൻ നിങ്ങളുടെ അടുത്ത് വരികയുമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന്. തുടർന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങൾ അത് സമ്മതിക്കുകയും അക്കാര്യത്തിൽ എന്നോടുള്ള ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്തുവോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അതിന് സാക്ഷികളായിരിക്കുക. ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കുന്നതാണ്. അതിനുശേഷവും ആരെങ്കിലും പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവർ തന്നെയാകുന്നു ധിക്കാരികൾ.
അപ്പോൾ അള്ളാഹുവിന്റെ മതത്തെ അല്ലാതെ മറ്റു വല്ല മതവുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വാസ്തവത്തിൽ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അനുസരണയോടെ നിർബന്ധിതമായോ അവന് കീഴ്പ്പെടുന്നതാണ്. അവനിലേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടുന്നതും. നബിയെ പറയുക, അള്ളാഹുലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിലും ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് സന്തതികൾ എന്നിവർക്ക് അവതരിപ്പിക്കപ്പെട്ട ദിവ്യ സന്ദേശത്തിലും മൂസക്കും ഈസക്കും മറ്റു പ്രവാചകന്മാർക്കും തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരിൽ ആർക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അള്ളാഹുവോട് കീഴ്പ്പെട്ടവരാകുന്നു. ഇസ്ലാം ദൈവത്തിന്റെ ആത്മാർപ്പണം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവരിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല. പരലോകത്തിൽ അവർ നഷ്ടക്കാരിൽപ്പെട്ടവരായിരിക്കും. വിശ്വാസത്തിന് ശേഷം അവിശ്വാസം സ്വീകരിച്ച ഒരു ജനതയെ അള്ളാഹു എങ്ങനെ നേർവഴിയിലാക്കും? അവരാകട്ടെ ദൈവദൂതൻ സത്യമാണെന്ന് സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയിട്ടുമുണ്ട്. അക്രമികളായ ഒരു ജനത വിഭാഗത്തെ അള്ളാഹു നേർവഴിയിലാക്കുന്നതല്ല. അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും എല്ലാം ശാപം അവരുടെ മേലുണ്ടായിരിക്കുക എന്നത്രേ അവർക്കുള്ള പ്രതിഫലം. അവർ അതിൽ ശാപഫലമായ ശിക്ഷയിൽ സ്ഥിരവാസികളായിരിക്കുന്നതാണ്. അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതല്ല, അവർക്ക് അവധി നൽകപ്പെടുന്നതുമല്ല. അതിന് അവിശ്വാസത്തിന് ശേഷം പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്തവരൊഴികെ. അപ്പോൾ അള്ളാഹു ഏറെ പൊറുക്കുന്നതിനും അത്യധികം കരുണ കാണിക്കുന്നതിനുമാകുന്നു. വിശ്വസിച്ചതിന് ശേഷം അവിശ്വാസികളായി മാറുകയും അവിശ്വാസം കൂടി വരികയും ചെയ്ത വിഭാഗത്തിന്റെ പശ്ചാത്താപം ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. അവരത്രേ വഴിപഴച്ചവർ. വിശ്വസിക്കുകയും അവിശ്വാസികളായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവരിൽപ്പെട്ട ഒരാൾ ഭൂമി നിറയെ സ്വർണം പ്രായശ്ചിത്തമായി നൽകിയാൽ പോലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല. അവർക്കാണ് വേദനയേറെ ശിക്ഷയുള്ളത്. അവർക്ക് സഹായികളായി ആരും ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല. നിങ്ങൾ ഏതൊരു വസ്തു ചെലവഴിക്കുന്നതായാലും തീർച്ചയായും അള്ളാഹു അതിനെപ്പറ്റി അറിയുന്നവനാകുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു തരുന്നത് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനത്തിൽ പഠിച്ച ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന് ചോദിച്ച ആ ദുആക്കുള്ള ഉത്തരമാണ്. ഓരോ സമൂഹങ്ങളും ഓരോ രീതിയിലും പരീക്ഷിക്കപ്പെട്ടതും അവരോട് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചതും അവരെങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചതും എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വേദക്കാരിൽപ്പെട്ട ആളുകൾ, അതായത് ക്രൈസ്തവരായ കുറച്ച് ആളുകൾ ചെല്ലുകയും അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തർക്കിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ കാര്യങ്ങളും അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തതും എന്നാണ് അതിലൂടെ കാണിച്ചു തരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു തആലയെ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയിൽ കീഴൊതുങ്ങിക്കൊണ്ട് ഏറ്റവും ഉത്തമരായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും ഉത്തമമായ അടിമകളായിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല പരിപൂർണമായി അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ദുരിയത്തിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബി റഹ്മക കമാ റബ്ബിയാനി സഗീറ. റബ്ബി ഹബ് ലി മിനസ് സാലിഹീൻ റബ്ബി ഹബ് ലി മിനസ് സാലിഹീൻ റബ്ബി ഹബ് ലി മിനസ് സാലിഹീൻ. طيبة إنك سميع دعاء. يا غني الله غنيني بفضلك من سواك. ربي انزل منزل مبارك أنت خير المنزلين. اللهم يسر ولا تؤثر وتمم بالخير. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. ربي انزل منزل مبارك أنت خير المنزلين. اللهم يسر ولا تؤثر وتمم بالخير. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. سبحان الله الحمد لله لا إله إلا الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني وجبرني وارفعني وارزقني وعدني وعافني. آمين يا رب العالمين. ربي إني لما أنزلت لي من خير فقير. ربي إني لما أنزلت لي من خير فقير. ربي إني لما أنزلت لي من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. آمين 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 برحمتك يا أرحم الراحمين. ഹയ്യ ഖയ്യൂമായ റഹ്മാൻ റഹീമിനെ ആദൽ ജലാൽ ഇക്രാമായ ഹാദുൽ സമദുമായ അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ.
നാളെ സ്വർഗത്തിന്റെ ഉന്നതിയിൽ അള്ളാഹു ഞങ്ങൾക്ക് നീ ഉത്തമമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ. നീ കൽപ്പിച്ച നീക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ആക്കി തരണമേ. അള്ളാഹു ഞങ്ങൾ ജീവിത മാർഗങ്ങളിൽ നീ ഉയർച്ചയും റഹ്മത്തും ബർക്കത്തും ഐശ്വര്യവും വിശാലതയും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ സന്തതി പരമ്പരകളിൽ നിന്നും ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും ഞങ്ങളുടെ മുൻകടന്നു പോയ സമൂഹങ്ങളിൽ നിന്ന് അള്ളാഹുവേ നീ ഏറ്റവും ഉത്തമമായ രീതിയിൽ ഞങ്ങളുടെ കർമ്മങ്ങളെ നീ സ്വീകരിക്കുകയും നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് ചേരാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും പൂർത്തീകരിച്ച് തരണമേ. യാ റഹ്മാൻ റഹീമേ. അല്ലാഹു അസുഖങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, മഹാരോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അള്ളാഹു ഞങ്ങളുടെ സന്തതി പരമ്പരകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ കൺകുളിർമകളായി അള്ളാഹു ദുനിയാവിലെ നീ നിലനിർത്തി തരണമേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ. എഹലോകത്ത് അവരോട് ചെയ്യാനുള്ള കടമകൾ അള്ളാഹു ഞങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ രീതിയിൽ പൂർത്തിയാക്കാൻ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതമാർഗങ്ങളിൽ നിന്ന് അള്ളാഹു നീ വിശാലത നൽകുകയും ഞങ്ങളുടെ ഭക്ഷണങ്ങളിൽ അള്ളാഹു വിശാലത നൽകുകയും അള്ളാഹുയും ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തിൽ അള്ളാഹുയെ ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുകയും അള്ളാഹു നിനക്ക് തൃപ്തിപ്പെടുന്ന രീതിയിൽ അള്ളാഹുയെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു ഞങ്ങളുടെ നഫ്സിനെ നീ നന്നാക്കി തരണമേ. എഹ്ലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ആമീൻ 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 റഹ്മത്തിക്ക് യാ റഹ്മാൻ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അള്ളാഹു ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് തരണമേ. ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ട് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളിലും ബന്ധുമിത്രാദികളിലും ഞങ്ങളുടെ സഹോദരങ്ങളിലും അള്ളാഹു ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത് എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു നീ പരിപൂർണമായി നീക്കി ഇഹലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. മല പോലെ വരുന്ന ആപത്തുകളും ഞങ്ങൾക്ക് നീ മഞ്ഞു പോലാക്കി തരണമേ. ഞങ്ങളുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലത് ഭാഗത്തു നിന്ന് ഇടത് ഭാഗത്തു നിന്ന് മുകളിൽ നിന്നും താഴ്ഭാഗത്തു നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. എഹ്ലോകത്തും പരലോകത്തും വിജയം വരിച്ച് ഉത്തമരാടിമകളാക്കി തരണമേ. ഞങ്ങളെ ഇണകളിൽ അള്ളാഹു ഞങ്ങൾക്ക് കൺകുളിർമ നൽകി ഞങ്ങളെ കിടപ്പറകളിൽ അള്ളാഹു സന്തോഷം സുഖവും സമാധാനം സംതൃപ്തി നിറഞ്ഞതാക്കി അനുഗ്രഹിക്കണമേ. എല്ലാ പിശാചിന്റെയും എല്ലാ വഴിപഴച്ച വഴികളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളെ കുടുംബങ്ങളെയും നീ കാത്തു രക്ഷിക്കണമേ. ഞങ്ങളെ സന്തതി പരമ്പരകൾക്ക് അള്ളാഹുയെ നീ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ 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 റഹ്മത്തിക്ക് യാ റഹ്മാൻ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ 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 റഹ്മത്തിക്ക് യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم وعليكم السلام السلام ورحمة الله ورحمة الله وبركاته. وبركاته. وعليكم السلام ورحمة الله وبركاته. وعليكم السلام. وعليكم السلام ورحمة الله وبركاته. ورحمة الله وبركاته. وعليكم السلام ورحمة